KT ജലീലിൻ്റെ ഒരു താരാട്ടുപാട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരുപാട് നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കമൻറ്റാണ്, ഇത് വളരെ നല്ലതാണ്, പക്ഷേ സ്വർഗം എല്ലാ മതക്കാർക്കും നൽകിയത് തെറ്റ് തന്നെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് താരാട്ട് പാടുന്ന ഒരു പാട്ടാണ് KT ജലീൽ ആ കുട്ടിയെ ഉറക്കാൻ വേണ്ടിയിട്ട് പാടുന്നത്. പക്ഷെ KT ജലീലിൻ്റെ വലിയൊരു അപകടകരമായ ഒരു പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ, സ്വർഗമെന്നുള്ളത് എല്ലാ മതക്കാർക്കുള്ളതാണ് എന്ന് മാത്രമല്ല, അതൊക്കെ ഓരോ മതക്കാരുടെ വിശ്വാസമാണ്. EMS ഒക്കെയുള്ള, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുള്ള സ്വർഗം മതി എനിക്ക് എന്ന് പോലും KT ജലീൽ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അതിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, അതിൻ്റെ സർക്കിളിൽ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. പല രീതിയിലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളരെ നല്ല ആശയങ്ങളെ കരിവാരിത്തേക്കാൻ KT ജലീൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിട്ട് അതിൽ തുടരുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതം പ്രസക്തിയില്ല. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ തിളങ്ങുന്നതിന് വേണ്ടി ഇസ്ലാം മതത്തെ ഉപയോഗപ്പെടുത്തിയ ഒരാൾ കൂടെയാണ് KT ജലീൽ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സാണ്, ഏത് സമയത്തും അദ്ദേഹം മാറിയിരിക്കാം. പക്ഷേ പലതരത്തിലുള്ള കമൻറ്റുകൾ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു നിലപാട്, സ്വർഗത്തെക്കുറിച്ചിട്ടുള്ള നിലപാട് അദ്ദേഹം ഇതുവരെ മാറ്റിയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ പലരും കമൻറ്റിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ആദ്യമായിട്ടാണ് KT ജലീലിന് ഒരു ലൈക്ക് കൊടുക്കുന്നത് തുടങ്ങി ഒരുപാട്, അദ്ദേഹത്തിന് ഹിദായത്ത് ലഭിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറ്റട്ടെ തുടങ്ങിയ ഒരുപാട് നല്ല കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ യൂട്യൂബിലൂടെയും മറ്റു സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമുക്ക് നിരന്തരം കാണാൻ സാധിക്കുന്നുണ്ട്. അതിനിടക്ക് KT ജലീലിനെ പരിഹസിച്ചുകൊണ്ടൊരു കമൻറ്റ് വന്നിരിക്കുകയാണ്, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം, അതാണ് പാടിക്കൊടുക്കേണ്ടിയിരുന്നത് എന്നതൊക്കെയുള്ള ചില കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. നല്ല സൗണ്ട്, പക്ഷേ വർഗീയ രാഘവൻ കേൾക്കേണ്ട. രാഘവനൊക്കെ തുടർച്ചയായിട്ട് ഇസ്ലാമിനെതിരെ രംഗത്ത് പരസ്യമായിട്ട് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഇസ്ലാമോഫോബിയ വളർത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് വിജയരാഘവൻ്റെ അടുത്ത് നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. CPM-ൻ്റെ നിലവിലുള്ള നേതാക്കളിൽ ഏറ്റവും വലിയൊരു നേതാവ് കൂടെയാണല്ലോ. ആ ഒരു പാർട്ടിയിലാണ് KT ജലീൽ ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ആകട്ടെ, KT ജലീലിൻ്റെ ആ ഒരു താരാട്ടുപാട്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അക്ഷരസ്ഫുടതയും ആ ഒരു ലയവും താളവും ഒക്കെ ഒന്നിനൊന്ന് മെച്ചായിരുന്നു. ആ പാട്ട് കേട്ടിട്ട് നമ്മൾ പോലും ആ പ്രവാചക മദ്ഹിൽ അലിഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം വരെ പലർക്കും അനുഭവപ്പെടുന്നുണ്ട്. അത്രക്കും പെർഫെക്റ്റായിട്ട് KT ജലീൽ അതിനെ ആലപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൂതകാല പ്രവർത്തനങ്ങൾ, പ്രസ്താവനകളൊക്കെ അദ്ദേഹം മാറ്റിയിട്ട് നല്ലൊരു ഇസ്ലാമിക ഒരു പ്രഭാഷകനായി അദ്ദേഹം തിരിച്ചു വന്നാൽ ഒരുപാട് പേർക്ക് നല്ല അറിവുകൾ പകർന്നു കൊടുക്കാൻ KT ജലീലിന് പറ്റും എന്നുള്ളതാണ്. നല്ല ഗായക രൂപത്തിൽ, നല്ല അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലിയിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഹദീസുകളും ഖുർആനുകളും മറ്റു ആദർശങ്ങളൊക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മുസ്ലിം ലോകത്തിന് വളരെയേറെ ഉപകാരപ്രദമാകും. അതിനുള്ള ഒരു തുടക്കമാകട്ടെ ഈ ഒരു താരാട്ട് പാട്ടെന്ന് നമുക്ക് ആശംസിക്കാം.